സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് ഒരുപാട് ആശങ്കകളൊക്കെ നിലവിലുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് സംസ്ഥാനത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ ഈ 20-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ 25-ാം തീയതി എല്ലാ ബാങ്കുകളിലേക്കും ഈ ഫണ്ട് അനുവദിച്ച് എല്ലാ ബാങ്കുകളിലും അത് ക്രെഡിറ്റായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നുമായി പല ബാങ്കുകളും അത് ഈ ഉപഭോക്താക്കളുടെ ക്ഷേമ പെൻഷൻ ആഗ്രഹിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി തുടങ്ങി. പക്ഷേ കേരളത്തിലെ പല സഹകരണ ബാങ്കുകളും ഇതുവരെ ആ ഫണ്ട് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി ഈ ഒരു പെൻഷനെ തകർക്കാൻ ശ്രമിക്കുന്ന രൂപത്തിലാണ് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുതുതല ബാങ്ക്, പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ കൊപ്പത്ത ബാങ്ക്, ഇവരൊക്കെ ഈ തുക ഇതുവരെയും ആളുകൾ വഴി വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മുതുതല പഞ്ചായത്തിൽ 3/4 കോടിയോളം രൂപ മുതുതല സഹകരണ ബാങ്ക്, പട്ടാമ്പി സഹകരണ ബാങ്കിൻ്റെ മുതുതല ബ്രാഞ്ചിലാണ് ഈ പ്രസ്തുത പൈസ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ആ പൈസ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നതാണ് അവരുടെ ഈ പെൻഷനെ തകർക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ബാങ്കുമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ജനങ്ങൾ പല ആളുകളും നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റിനും മറ്റ് മെമ്പർമാർക്കൊക്കെ ഇത്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പെൻഷൻ ലഭിക്കാത്തതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നു, മുതല ഗ്രാമപഞ്ചായത്തിലെ ഒരാളുകൾക്ക് പോലും സഹകരണ ബാങ്ക് വഴി പെൻഷൻ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി അത് നൽകുന്നില്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഈ സഹകരണ ബാങ്കിൽ നിന്ന് ഇത് എടുത്തു കളയണമെന്നാണ്. അത് നേരിട്ടിട്ട് ആളുകൾക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് മീഡിയ വഴിയോ അത് കൊടുക്കാനുള്ളൊരു ഏർപ്പാട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് സമീപ പഞ്ചായത്തുകളായ വല്ലപ്പുഴ അതുപോലെ കുലുക്കുലർ പഞ്ചായത്തുകൾ വിതരണം ചെയ്തിരിക്കുന്നു. നമ്മുടെ മുതുതല പഞ്ചായത്തിൽ വിതരണം ചെയ്യാൻ ഇതുവരെയും സാധിച്ചില്ല. ഇന്നും നാളെയും ബാങ്ക് അവധിയാണ്. ഒരു പെരുന്നാൾ സുദിനം മുന്നിൽ കണ്ട് 25-ാം തീയതി തന്നെ അത് എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തിച്ച പൈസയാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി CPM നടത്തുന്ന ഒരു അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എത്താതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. പല ഇടത് CPM പ്രൊഫൈലുകളിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു തിരക്കിലാണ്. ജനങ്ങളുടെ ക്ഷേമമല്ല, ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. മുതുതല പഞ്ചായത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവിൻ്റെ കീഴിൽ നിരവധി ആളുകളെ വീടുകൾക്ക് പെൻഷൻ എത്തിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ 22-ാം തീയതി 25-ാം തീയതി മുന്നേ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് എല്ലാ വീടുകളും പെൻഷൻ എത്തുന്നുള്ളത്. നിലവിൽ മറ്റ് നാഷണാലിറ്റി ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകളുടെ പേരിൽ എല്ലാവരുടെ പേരിലും പെൻഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിൽ. വീടുകളെത്തിക്കുന്ന പെൻഷൻ ഇതുവരെ ഒരു വീട്ടിലും എത്തിയതായി അറിവിലില്ല. നിരവധി ആളുകൾ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന ഏജൻറ്റുമാർ പറഞ്ഞിട്ടുള്ളത് ഭരണം മാറി പെൻഷൻ വീട്ടിലെത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടിയാണ് വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അതിനെതിരെ മുതല മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനിയും ഒഴുകുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം ബാങ്കിൻ്റെ മുൻവശത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.